ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ബംഗാരു ലക്ഷ്മണിന്റെ രാജി പിന്നാലെ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസിന്റെ പടിയിറക്കം. സമതാ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടി വന്ന ജയ ജെയ്റ്റ്ലി 2001 അടൽ ബിഹാരി വാജ്പേയി സർക്കാരിനെ സംശയ നിഴലിലാക്കിയത് ഈ രാജികൾ മാത്രമായിരുന്നില്ല. അഴിമതിയിൽ പ്രതിഷേധിച്ച് രാജിവെച്ചൊഴിഞ്ഞ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയും കൂടിയായിരുന്നു. എല്ലാത്തിനും കാരണമായത് തെഹൽക്ക എന്ന മാധ്യമ സ്ഥാപനം ഒരുക്കിയ കെണിയും. 2004 കോൺഗ്രസിന് തിരിച്ചുവരവിന് സാഹചര്യമൊരുക്കിയത് NDA സർക്കാരിന്റെ ഈ പ്രതിച്ഛായ നഷ്ടം കൂടിയാണ്. Small gift for the New Year party. New Year party fund, 1 lakh rupees. ആസ്ഥാനം ലണ്ടൻ എന്ന് വിശ്വസിപ്പിച്ച് രൂപീകരിച്ച വെസ്റ്റേൺ ഇന്റർനാഷണൽ എന്ന കമ്പനി, ആ സ്ഥാപനത്തിലെ പ്രതിനിധികൾ എന്ന് നടിച്ച് ആയുധം വിൽക്കാൻ എത്തിയത് തെഹൽക്ക എന്ന മാധ്യമത്തിലെ പ്രവർത്തകർ. രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ വാർത്താക്കെണിയിലാണ് അങ്ങനെ വമ്പന്മാർ ഓരോരുത്തരായി ചെന്നുവീണത്. പ്രതിരോധ മന്ത്രാലയം ഉദ്യോഗസ്ഥൻ പി ശശിമേനോൻ വഴി ആയുധ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ബ്രിഗേഡിയർ അനിൽ സേഗാളിനെ സമീപിച്ചു. അനിൽ സേഗാൾ വഴി ലഫ്റ്റനന്റ് കേണൽ ശർമ്മയിൽ എത്തുന്നു. ബ്രിഗേഡിയർ ഇക്ബാൽ സിംഗിനെയും മേജർ ജനറൽ SP മുകുളിനെയും ഇതേ മാർഗത്തിൽ സമീപിക്കുന്നു. 5 സ്റ്റാർ ഹോട്ടലിൽ വിരുന്നൊരുക്കുന്നു. 40,000 രൂപ മുതൽ 50,000 രൂപ വരെ ഓരോരുത്തർക്കും ആദ്യ ഗഡു എന്ന പേരിൽ കൈമാറുന്നു. പാട്ടിലാക്കാൻ പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് സ്ത്രീകളെയും എത്തിച്ചു നൽകി എന്ന് CBI കുറ്റപത്രം. പിതാവ് RK ഗുപ്ത RSS ട്രസ്റ്റിയാണെന്ന് അവകാശപ്പെട്ട ദീപക് ഗുപ്ത വഴിയാണ് BJP നേതാക്കളുമായി ബന്ധപ്പെടുന്നത്. 2000 ഡിസംബർ 23 മുതൽ 2001 ജനുവരി 7 വരെയുള്ള സമയത്ത് 8 തവണയാണ് തെഹൽക്ക സംഘം BJP അധ്യക്ഷൻ ബംഗാരു ലക്ഷ്മണനെ കണ്ടത്. ഇതിനിടെ ജനുവരി 1 1 ലക്ഷം രൂപ കൈമാറുന്ന വീഡിയോ ചിത്രീകരിച്ചു. ജോർജ് ഫെർണാണ്ടസുമായി നേരിട്ടായിരുന്നില്ല ഇടപാട്. സമതാ പാർട്ടി അധ്യക്ഷയും ജോർജ് ഫെർണാണ്ടസിന്റെ ജീവിത പങ്കാളിയുമായ ജയ ജെയ്റ്റ്ലിക്ക് 2 ലക്ഷം രൂപയാണ് കൈമാറിയത്. സമതാ പാർട്ടി ട്രഷറർ RK ജെയിന് 1/2 ലക്ഷം രൂപയും ബംഗാരു ലക്ഷ്മണന്റെ സെക്രട്ടറി രാജു വെങ്കടേഷിന് 10,000 രൂപയും കൈമാറി. തെഹൽക്ക വാർത്ത പുറത്തുവിട്ട ശേഷം ബംഗാരു ലക്ഷ്മൺ രാജിവെച്ചു. ജോർജ് ഫെർണാണ്ടസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് മമതാ ബാനർജി രാജിവെച്ചു. ഇതിന് പിന്നാലെ ജോർജ് ഫെർണാണ്ടസും രാജിവെച്ചു. ജയ ജെയ്റ്റ്ലി സമതാ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു. പ്രത്യേക CBI കോടതി ബംഗാരു ലക്ഷ്മണിനെ 2011 4 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. പരോളിൽ ഇറങ്ങിയ സമയത്ത് ബംഗാരു ലക്ഷ്മൺ അന്തരിച്ചു. ജയ ജെയ്റ്റ്ലിയെയും മേജർ ജനറൽ SP മുകുളിനെയും 2020 പ്രത്യേക CBI കോടതി 4 വർഷത്തേക്ക് ശിക്ഷിച്ചു. കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയ മേജർ ജനറൽ MS അലുവാലിയയ്ക്ക് തെഹൽക്കയും തരുൺ തേജ്പാലും 2 കോടി രൂപ നൽകണമെന്ന് ഡൽഹി ഹൈക്കോടതി 2023 ജൂലൈയിൽ വിധിച്ചു. ഇലക്ഷൻ ഡെസ്ക് 24. ഒരു കാലത്തിലെ ഇന്ത്യൻ പൊളിറ്റിക്സിനെ പിടിച്ചുലച്ചതാണ്. ഒരു സർക്കാരിന്റെ തുടർച്ച ഉണ്ടാകുമെന്ന് കരുതിയ ഘട്ടത്തിൽ പുറത്തു വന്ന ഒരു അന്വേഷണാത്മക റിപ്പോർട്ട്, അതുണ്ടാക്കിയ കോലാഹലങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എക്കാലവും അതിങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കും. തെഹൽക്ക എന്ന മാധ്യമ സ്ഥാപനം അവർ നടത്തിയ ഇടപെടലൊക്കെ അത് മാധ്യമ വിദ്യാർത്ഥികൾക്ക് കൂടി ഒരു പഠന വിഷയവുമായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു. ആ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട ഒരു ദൃശ്യമാണ് നമ്മൾ ആദ്യം കാണിച്ചത്, അല്ലേ? ബംഗാരു ലക്ഷ്മൺ പണം കൊടുക്കുന്നത്, അല്ലെ, പാർട്ടി ഫണ്ട് എന്ന് പറയുന്നത്.